ഒറ്റപ്പാലം NSS കോളേജിൽ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ മദ്രാസിലെത്തുന്നത് 1988 തുടക്കത്തിലാണ്. ഞാൻ അവിടെ പോകുന്നത് മാനുവൽ കളർ പ്രോസസ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ NSS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എന്നോടൊപ്പം പഠിച്ച ദിനേശ് എന്ന് പറയുന്ന ആൾ ഗായകനായിട്ടും സൗണ്ട് റെക്കോർഡിസ്റ്റ് എമി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇളയരാജ വർക്ക് ചെയ്യുന്ന പ്രസാദ് ഡീലക്സ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെന്നൈയിൽ എനിക്ക് ഒരു കണക്ഷൻ ഉള്ളത് ദിനേശാണ്. ചെന്നൈയിലോ ബോംബെയിലോ മാത്രമേ ആ കാലത്ത് മാനുവൽ കളർ പ്രോസസ്സിംഗ് ഉള്ളൂ എന്നാണ് കേൾവി. ദിനേശിനും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ദിനേശ് നീ ഇങ്ങോട്ട് കയറി പോരെ, നമുക്ക് അന്വേഷിക്കാം. സിനിമയിൽ ഫോട്ടോഗ്രാഫേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്രാസിലെത്തിയിട്ട് ഞാൻ താമസിച്ചിരുന്നത് ദിനേശിൻ്റെയും ചിത്ര ചേച്ചിയുടെ മാനേജറായ കുട്ടിയേട്ടൻ, പിന്നെ അന്ന് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന കൃഷ്ണവർമ്മ രാജ, അദ്ദേഹം പിന്നീട് യൂണിറ്റിൻ്റെ ഒക്കെ ഓണറായി. അദ്ദേഹം ഒരു സിനിമയൊക്കെ പൂജയൊക്കെ കഴിഞ്ഞു, പക്ഷെ അത് നടന്നില്ല ഡയറക്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനും താമസിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ആ കാലത്ത് ബേബി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരാൾ, പുള്ളി ജാനൻ വിൻസെൻ്റ് സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. പിന്നീട് ബോംബെയിൽ പോയി അശോക് മേത്തയുടെയൊക്കെ അസോസിയേറ്റായി. പിന്നെ ബോംബെയിലൊരു കെഹർ എന്ന് പറയുന്നൊരു സിനിമ ഇൻഡിപെൻഡൻ്റായിട്ട് ക്യാമറ ചെയ്തു. ആ സമയത്ത് പുള്ളി അവിടെ റോഞ്ചന എന്ന് പറയുന്ന ഒരു മറാഠി ബ്രാഹ്മിൺ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായി. അവളെ വിവാഹം കഴിച്ചു. അത് ഇത്തിരി കുഴപ്പമായി അവിടെ. പ്ലസ് പുള്ളി ക്യാമറ ചെയ്ത കെഹർ എന്ന് പറയുന്ന സിനിമ ഒരു മുസ്ലിം സമുദായത്തിലുള്ള എന്തൊരു അനാചാരത്തിനെതിരെയുള്ള എന്തൊരു സിനിമയായിരുന്നു. അത് വളരെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. അന്ന് അത് ഏതോ ആൾക്കാർ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ റൈറ്റ്സ് മൊത്തം അവർക്ക് ചിലവായ പൈസ കൊടുത്തിട്ട് മേടിച്ചു. അതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് അടക്കം മേടിച്ചു. എന്നിട്ട് അവരെ ആ പ്രിൻ്റ് ഫിലിം സഹിതം നെഗറ്റീവ് സഹിതം കത്തിച്ചു കളഞ്ഞു. അത് ഈ ബേബിയുടെ വിവാഹവും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ആകെ ഒരു കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ ബേബി ഗർഭിണിയായ റഞ്ജനേനെയും കൂട്ടിയിട്ട് നേരെ ചെന്നൈയിലേക്ക് വന്നു. അങ്ങനെ ചെന്നൈയിൽ ക്യാമറ വർക്ക് ചെയ്യാൻ സിനിമ അന്വേഷിച്ച് ബേബി നടക്കുന്ന കാലത്താണ് ഞാനും ചെന്നൈയിൽ വന്ന് ചാടുന്നത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്ത ബേബിയും ഒരു പണിയും ഇല്ലാത്ത ഞാനും കമ്പനിയാവുകയും, ദിനേശ് ആ സമയത്ത് എമിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് ഫ്രീലാൻസായിട്ട് പുറത്ത് ട്രാക്ക് പാടുക എന്ന് പറയും. ഈ ദാസേട്ടനും SP ബാലസുബ്രഹ്മണ്യം ഒക്കെ പാടുന്നതിന് മുൻപ് മ്യൂസിക് ഡയറക്ടർക്ക് ആ പാട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിംഗറെ കൊണ്ട് പാടിക്കും. എന്നിട്ട് അവർ വരുമ്പോൾ അത് കേൾപ്പിച്ചിട്ടാണ് അവർ പിന്നെ പാടുന്നത്. അപ്പോൾ അതിന് ട്രാക്ക് സിംഗിങ് എന്നാണ് പറയുക. അപ്പോൾ ദിനേശ് നന്നായി പാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിനേശിന് ഈ ട്രാക്ക് പാടാനുള്ള അവസരങ്ങളുണ്ട്. ബേബിക്കും ദിനേശിനും ഒക്കെ രാജാമണിയേട്ടനായിട്ടും നല്ല സൗഹൃദമുണ്ട്. രാജാമണിയേട്ടൻ അന്ന് ജോൺസൺ ചേട്ടൻ്റെ അസോസിയേറ്റാണ്, മ്യൂസിക് കണ്ടക്ടറാണ്. കീരവാണി എന്നൊക്കെ പറഞ്ഞ് പിൽക്കാലത്ത് പ്രസിദ്ധനായ മ്യൂസിക് ഡയറക്ടറൊക്കെ രാജാമണിയേട്ടൻ്റെ ശിഷ്യനായിരുന്നു. അങ്ങനെ മണിയേട്ടൻ ജോൺസേട്ടൻ്റെ കൂടെ ജോൺസേട്ടൻ അന്ന് നിൽക്കാൻ സമയമില്ലാത്ത പോലെ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരു കാലമാണ്. മണിയേട്ടൻ അതിനിടയിൽ സ്വന്തമായിട്ടൊരു സിനിമ വന്നു, സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യാൻ. അദ്ദേഹം സ്വാഗതം എന്ന് പറയുന്ന സിനിമയിൽ വേണുനാഗവള്ളിയുടെ സുഗമോദേവിക്ക് ശേഷം ചെയ്ത സ്വാഗതം എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടുകളൊക്കെ ചേർന്നു. വെള്ളിച്ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ആ സൂപ്പർ ഹിറ്റ് പാട്ടൊക്കെ രാജാമണിയേട്ടൻ ചെയ്തതാണ്. രാജാമണിയേട്ടൻ ആ സമയത്ത് ഞങ്ങളപ്പോൾ ഈ ചെന്നൈയിൽ ഇങ്ങനെ ജോലി അന്വേഷണവും ഈ പഠിക്കാനുള്ള സ്ഥലാന്വേഷണവും ഒക്കെ ആയിട്ട് ഞാൻ തട്ടുതരികട പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻക്വയറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, രവീന്ദ്രൻ മുഴപ്പിലങ്ങാട് എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ്റെ പേര്. ആ സിനിമയിൽ പാട്ട് എഴുതാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഈ വടപള്ളിയിലുള്ള ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ രാജാമണിയേട്ടൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നാണ്. ഗിരീഷ് പുത്തഞ്ചേരിക്കാരനാണ്. അത് കോഴിക്കോട് അടുത്തുള്ളൊരു സ്ഥലമാണെന്നൊക്കെ പിന്നീടാണ് എനിക്ക് അറിയുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പേരായിട്ടാണ് ഞാനന്ന് കണക്കാക്കുന്നത്. ആ സിനിമയിലെ പാട്ടുകൾ, അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് എൻക്വയറി. അന്ന് അങ്ങനെ യാദൃശ്ചികമായിട്ട് ഈ റെക്കോർഡിങ്, എനിക്കാണ് സായി റെക്കോർഡിംഗ് സ്റ്റുഡിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വടപള്ളിയിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ആയിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യം ഈ താടി വെച്ച ചെറിയ ഉശാൻ താടിയുള്ള ബ്രൗൺ കളർ ഷർട്ടുകളാണ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. മെറൂൺ, ബ്രൗൺ കളർ, ബ്ലാക്ക്, ഡാർക്ക് ഗ്രീൻ ഒക്കെ കളറിലുള്ള ഷർട്ടുകളാണ് ഞാൻ ഇട്ട് കണ്ടിട്ടുള്ളത്. അന്ന് നമ്മൾ കാണുമ്പോൾ അതുപോലൊരു കോട്ടൺ ഷർട്ടും പാൻസും ഒക്കെ ഇട്ട് ഷർട്ടിൻ്റെ
ആദ്യത്തെ 2-3 ബട്ടണൊക്കെ തുറന്നിട്ട് മുറുക്കി ഇരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എനിക്കറിയില്ല വർഷങ്ങൾക്ക് ശേഷം ഞാനും സിനിമയിൽ വരും. അടുത്ത വർഷം തന്നെയാണ് 89 ഞാൻ പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിലൂടെ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ പ്രവേശിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിനിമയിൽ ഇദ്ദേഹമാണ് പാട്ട് എഴുതാൻ പോകണമെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് അങ്ങനെ മുൻകൂട്ടി അറിയാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമാകുമായിരുന്നു. അല്ല, ചിലപ്പോൾ അങ്ങനെ ആയാൽ ഇതിൻ്റെയൊക്കെ ത്രില്ല് നഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി പിന്നീട് ഒരു വർഷം മറ്റോ കഴിഞ്ഞിട്ടാണ് ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയിൽ ശാന്തമീ രാത്രിയിൽ എന്നുള്ള സൂപ്പർ ഹിറ്റ് പാട്ട് എഴുതിയിട്ട് ക്ലിക്കാവുന്നു. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഡയറക്ടർ രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയായിരുന്നു. ജയരാജ് സാറായിരുന്നു അതിൻ്റെ സംവിധാനം. രഞ്ജിയുടെ കോഴിക്കോടൻ ഗാങ്ങിൽ ഉള്ള ആളായിരുന്നു ഗിരീഷ്. അങ്ങനെ ആണ് ഗിരീഷിന് ആ അവസരം കിട്ടുന്നത്. അത് ഗിരീഷിൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചു. പിന്നീട് മലയാള സിനിമയിൽ ഗിരീഷിൻ്റെ ഒരു ജൈത്രയാത്രയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സിനിമകളിൽ എഴുതുന്നു, ആ പാട്ടുകൾ പലതും ഹിറ്റാവുന്നു. സൗണ്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എഴുത്തായിരുന്നു ഗിരീഷിൻ്റെ. അതിന് മുൻപ് അതുപോലെ എഴുതിയിരുന്ന ഒരാൾ ബിച്ചു തിരുമലയാണ്. ബിച്ചു തിരുമലയുടെ ഒരു പിൻഗാമി എന്ന് പല പാട്ടുകളും കേൾക്കുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി. ആ കാലത്ത് പിന്നെ സജീവമായി നിൽക്കുന്ന ഒരാൾ കൈതപ്രം തിരുമേനിയാണ്. അപ്പോൾ കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും മാറി മാറി മലയാള സിനിമയിലെ ഗാന രംഗത്ത് ഇങ്ങനെ ശോഭിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു കാലം. പക്ഷെ ഗിരീഷിനൊരു ദുഃഖം അപ്പോഴും ഉണ്ട്. ഈ സത്യനന്ദിക്കാടിൻ്റെ പടങ്ങളിലോ കമൽ സാറിൻ്റെ പടങ്ങളിലോ ഒന്നും ഗിരീഷിന് അവസരം കിട്ടിയിട്ടില്ല. കാരണം കൈതപ്പുറം തിരുമേനിയാണ് അവരുടെ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ജോൺ സേട്ടൻ മ്യൂസിക്, കൈതപ്പുറം ലിറിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരു കാലമാണ്. ഞാൻ കമൽ സാറിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തതിന് ശേഷം, അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്തതിന് ശേഷം പ്രാവമ്പാവൻ രാജകുമാരൻ തൊട്ട് ഉമ ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജിലാണ് താമസിക്കുക. അപ്പോൾ ഉമ ലോഡ്ജ് ആ കാലത്ത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടേഴ്സിൻ്റെയും ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ മേക്കപ്പ് മാൻമാരുടെ ഒക്കെ താവളമാണ്. മദ്രാസിൽ വർക്കിന് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ വേറെ സ്ഥലത്താണ്. പക്ഷെ ഈ ചെറുകിട നടന്മാരും ഈ അസോസിയേറ്റ് അസിസ്റ്റന്റ് റേഞ്ചിലും മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ ആ റേഞ്ചിലുമുള്ള ആളുകൾ ഈ ഉമ ലോഡ്ജിലാണ് താമസം. സിനി ഡെക്കോസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്ഥാപനം അന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ഉമ ലോഡ്ജ്. സിനി ഡെക്കോസ് ഈ സിനിമയ്ക്ക് വേണ്ട പ്രോപ്പർട്ടീസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഒരു ഓഫീസ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് സെറ്റപ്പിന് വേണ്ട സാധനങ്ങൾ മുഴുവൻ സിനി ഡെക്കോസിലുണ്ടാവും. അങ്ങനെ ഈ ഉമ ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഗിരീഷ് പുത്തഞ്ചേരിയെ കാണുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി അപ്പോഴേക്കും പാട്ടുകളൊക്കെ തുടർച്ചയായിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗിരീഷ് സ്ഥിരം താമസിക്കുന്നത് ഈ ഉമ ലോഡ്ജിലാണ്. അങ്ങനെ ഉമ ലോഡ്ജിൽ വെച്ച് കാണും, പരസ്പരം ചിരിക്കും, പക്ഷെ അധികം സംസാരിക്കൊന്നുമില്ല, ചിരിക്കും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ കുനിശ്ശേരിയും സലിം പടിയത്തും ഒക്കെ ഏറ്റവും ഗിരീഷ് പുത്തഞ്ചേരി പരിചയപ്പെട്ട്, കമൽ സാറിൻ്റെ അസോസിയേറ്റ്സാണ് അവരെന്ന് അറിഞ്ഞിട്ട് അവരായിട്ട് പരിചയപ്പെട്ടു. അപ്പം അന്ന് റൂമിൽ ഞാനും ഉണ്ട്. അപ്പം അന്ന് വൈകുന്നേരം ഗിരീഷ് പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് പഴയ പാട്ടുകളൊക്കെ പാടി അങ്ങനെ ഗംഭീരമായിട്ട് കൂടിയ സമയത്ത് ഗിരീഷ് പറഞ്ഞു, നിങ്ങളുടെ ഗുരു മാത്രം എന്താ നമുക്കൊരു ചാൻസ് തരത്തെ? ഞാനിപ്പോൾ ഇത്രയും പാട്ടുകൾ എഴുതിയില്ല, എനിക്ക് പാട്ട് എഴുതാനൊക്കെ അറിയാമെന്ന് തെളിയിച്ചില്ലേ, ഇനി എന്താ ഒരു അവസരം തന്നെ? എല്ലാ സിനിമയും ഒരേ ആളെ കൊണ്ട് തന്നെ എഴുതിക്കാമെന്ന് നേർച്ചയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സൂര്യേട്ടനും സലീംക്കും പറഞ്ഞു, ഗിരീഷ് ഒരു കാര്യം ചെയ്യുന്നു, നാളെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്, റീ റെക്കോർഡിങ് നടക്കുന്നുണ്ട്, ആ സ്റ്റുഡിയോയിലേക്ക് പോകാം, നമുക്ക് വെറുതെ ഒന്ന് കമലിനെ മീറ്റ് ചെയ്യാം, കമൽ സാറിനെ മീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം, ഗിരീഷ് തന്നെ നേരിട്ട് ഒന്ന് പറയൂ, ഈ പറഞ്ഞത് പുള്ളിയോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗിരീഷ് AVM RR സ്റ്റുഡിയോയിൽ വരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കറുത്ത ഷർട്ടും പാൻസും ഒക്കെ, കഴുത്തിലൊരു വെള്ളി കെട്ടിയ ഒരു രുദ്രാക്ഷമാണോ തുളസിയാണോ എന്നറിയില്ല, ചെറിയ മണിയുള്ള ഒരു മാല കഴുത്തിലെപ്പോഴും ഉണ്ടാവും, പോക്കറ്റിലൊരു ഫൗണ്ടൻ പെന്നുണ്ടാവും. ഗിരീഷ് അന്ന് കമൽ സാറിനെ കാണാൻ വന്ന് കമൽ സാറായിട്ട് സംസാരിച്ച് കമൽ സാർ പറഞ്ഞു നമുക്ക് അധികം വൈകാതെ കൂടാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗിരീഷ് പറഞ്ഞൊരു വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ 2-3 തരത്തിലുള്ള പേനയുണ്ട് കമൽ, ഞാൻ ആ ഡയറക്ടർക്ക് വേണ്ടി എഴുതാനെടുക്കുന്ന പെന്നുകൊണ്ടല്ല കമലിൻ്റെ പടത്തിന് വേണ്ടിയിട്ട് എഴുതാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വാക്ചാതുര്യമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞ് കമൽ സാറ് ചിരിച്ച്, അന്ന് ഗിരീഷ് പോയതിന് ശേഷം കമൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആള് മിടുക്കനാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാണ്, കുറച്ചുകൂടി പടങ്ങൾക്ക് ശേഷമാണ്
കമൽ സാറും ഗിരീഷ് പുത്തഞ്ചേരിയും ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ കോമ്പിനേഷനിൽ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ സിനിമ അത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പുഴയും കടന്ന്, അതിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു എന്നുള്ളൊരു വരിയാണ്. അതുവരെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുള്ള പാട്ടുകളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ആ പാട്ടും. അതിലെ 5 പാട്ടും സൂപ്പർ ഹിറ്റായി. പാതിര പുള്ളുണർന്നു, പരൽമുല്ല കാടുണർന്നു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന് പറയുന്ന ബിജുമേനോന്റെ പാട്ട്. എല്ലാം പാട്ടുകളും ഹിറ്റായി. പിന്നീട് കമൽ സാറിന്റെ ഒരു സ്ഥിരം ഗാനരചയിതാവ് എന്നുള്ള പദവിയിലേക്ക് ഗിരീഷ് വന്നു. സത്യേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നത് പിന്നെയും കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാണ്. അപ്പം ആ സമയമായപ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ മലയാളത്തിലെ സംവിധായകരുടെയും സിനിമകളിൽ ഗിരീഷ് പാട്ടുകൾ എഴുതി. ആ സമയത്ത് ഒരു കമ്പോസിങ് സെഷനിൽ ഒരുമിച്ചിരിക്കുന്നത് കമൽ സാറിൻ്റെ തന്നെ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ മറവത്തൂർ കനവ് ചെയ്യാനുള്ള ഡിസ്കഷൻസും പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കൃഷ്ണകുടിയിലെ ലൊക്കേഷൻ നോക്കാനൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ നോക്കാൻ, റെയിൽവേ സ്റ്റേഷനുകൾ കണ്ടിട്ട് ഏതാണ് നല്ല സ്റ്റേഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കമൽ സാറിന്, ഞാനും ചെന്നൈയിലുണ്ട്, കമൽ സാറിന് എന്തോ സാറ് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട്, ഈരാളി എന്ന് പറഞ്ഞ പഴയ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം അഥർവത്തിൻ്റെ ഒക്കെ പ്രൊഡ്യൂസറാണ്. പഴയ കട്ട് മാഗസീനൊക്കെ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഈരാളി ചേട്ടൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലാണ് ഞാനൊക്കെ വന്ന് താമസിക്കുക. കമൽ സാറും കുറേ കാലം അവിടെ തന്നെയായിരുന്നു താമസിച്ചത്. ശ്രീനേട്ടൻ വന്ന പെർമനൻ്റ്ലി അവിടെയാണ് താമസിക്കുക. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് കമൽ സാറിൻ്റെ കമ്പോസിങ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ വേറൊരു ഇതുപോലെ ഗസ്റ്റ് ഹൗസ് എന്നാണ് പറയുക, ഹോം സ്റ്റേ പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ കമ്പോസിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കമൽ സാറിനെ കാണാൻ വേണ്ടി പോയി. അവിടെ വിദ്യാസാഗറുണ്ട്. വിദ്യാസാഗറും കമൽ സാറും പുതിയ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഗിരീഷുണ്ട്. ഗിരീഷ് വരികൾ എഴുതി. അവരത് പാടി കേട്ടിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ കമൽ സാർ പറഞ്ഞ ഒരു ഉഗ്രൻ പാട്ട് കിട്ടിയിട്ടുണ്ട്. ഗിരീഷ് അസലായിട്ട് എഴുതിയിരുന്നു. കമൽ സാർ അങ്ങനെ പെട്ടെന്നൊന്നും ഭയങ്കര നല്ല അഭിപ്രായങ്ങളൊന്നും പറയില്ല. ഇത് ഗംഭീരമായിട്ടുണ്ടെന്നൊന്നും ഒരിക്കലും പറയില്ല. പക്ഷെ പുള്ളി ഒന്ന് ഗംഭീരമായിട്ടുണ്ട്, നീ ഒന്ന് കേട്ടു വെക്കുന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് വിദ്യാസാഗർ ഹാർമോണിയം വായിച്ചിട്ട് ആ പാട്ട് പാടാണ്. പിന്നെയും 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 ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന ഗിരീഷ് അഭിമാനത്തോട് കൂടിയിട്ട് അത് കേട്ടിരിക്കുന്ന ഒരു രംഗം എനിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ കൃഷ്ണകുടിയിലെ പാട്ടുകളും ഭയങ്കര ഹിറ്റായി. അത് കഴിഞ്ഞ് കൃഷ്ണകുടി കഴിഞ്ഞ ഒരു ഷെഡ്യൂളാണ് ഞാൻ വർക്ക് ചെയ്തത്. അങ്ങാടിപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ എപ്പിസോഡ് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനും ശ്രീനിയേട്ടനും മറവത്തൂർ കനവിൻ്റെ ചർച്ചകളുമായിട്ട് ഒറ്റപ്പാലത്ത് രാംമോഹൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു വീട്ടിൽ അതിൻ്റെ ഡിസ്കഷനുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എവിടെ നിന്നോ പൊട്ടി വീണതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി വന്നിട്ട് ശ്രീനേട്ട ഇവനെയൊക്കെ തുടക്കത്തിലെ പിടിച്ചില്ലെങ്കിൽ ഇവൻ വേറെ വഴിക്ക് പോകും, അതുകൊണ്ട് ഈ സിനിമയിൽ തന്നെ എനിക്ക് പാട്ട് എഴുതണം, അല്ലെങ്കിൽ ഇവൻ വേറെ ആരെങ്കിലും ആയിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ ഇവനെ കമ്പനി നോക്കി പോണ ആളാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇവനെ പിടിക്കാൻ പറ്റും, പിന്നെ വെറുതെ ആൾക്കാരെ ഞാൻ വെറുപ്പിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാനാണ് ഈ പടത്തിൽ എഴുതുന്നത്, ശ്രീനേട്ടൻ എന്ന് അവനോട് പറയണം എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ. ശ്രീനേട്ടൻ അത് നമുക്ക് ആലോചിക്കാൻ ഗിരീഷ് അത്രയ്ക്കൊന്നും ആയിട്ടില്ല, കഥയും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അന്ന് ആ 2 ദിവസം ഗിരീഷ് ഞങ്ങളുടെ കൂടെ താമസിച്ചു. അപ്പം പിറ്റേ ദിവസം ഗിരീഷ് പറഞ്ഞു, നിങ്ങൾക്കിന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വീക്കെൻഡിനെ കാണാൻ പോയാലോ എന്ന് ശ്രീനേട്ടനെ പറഞ്ഞു. നമുക്കിന്ന് വീക്കെൻഡിനെ ഒന്ന് കാണാൻ പോയാലോ, തിരുവല്ലാമലല്ലേ വീട്, നമുക്കൊന്ന് തപ്പിപ്പിടിച്ച് പോയാലോ, ആളെ കാണാൻ പറ്റിയ ചിലപ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും നമുക്കും. അങ്ങനെ ഗിരീഷ് കൊണ്ട് ഞാനുണ്ട് തന്നു. അങ്ങനെ ഞാനും ഗിരീഷ് പുത്തഞ്ചേരിയും ശ്രീനേട്ടനും കൂടിയിട്ടാണ് വടക്കേക്കോട്ടാല നാരായണൻകുട്ടി നായരുടെ വീട്ടിലേക്ക് പോകും. VKN എന്ന പ്രശസ്തനായിട്ടുള്ള എക്കാലത്തെയും മലയാളത്തിലെ ഹാസ്യ നോവലുകളുടെയും കഥകളുടെയും
ആക്ഷേപഹാസ്യത്തിൻ്റെയും ഈ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും മികച്ച നർമ്മമുള്ള ക്ലാസിക് നോവലുകളും കഥകളും എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അത് അദ്ദേഹത്തിൻ്റെ ഒരു വാർദ്ധക്യ കാലമാണ്. അത്ര അന്നെന്തോ സംസാരിക്കാനൊന്നും അത്ര നല്ല മൂഡിലൊന്നും ആയിരുന്നില്ല. മകനെ കാണാതായി, അതിൻ്റെയൊക്കെ ഒരു വേദനയും വിഷമമൊക്കെ ഉള്ളിൽ പേറി കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം വളരെ ജനറൽ ആയിട്ടുള്ള വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒരു സരസമായ സംഭാഷണമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി സിനിമയെക്കുറിച്ചും അപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഗിരീഷിനായിട്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. മറവത്തൂർ കനവ് വന്നു. മറവത്തൂർ കനവിലെ പാട്ടുകളൊക്കെ ഹിറ്റായി. സുന്ദരിയെ സുന്ദരിയെ എന്നുള്ള പാട്ട് വലിയ ഹിറ്റായി. സുന്ദരിയേ സുന്ദരിയേ ആ സിനിമയും ഹിറ്റായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഞാൻ ഗിരീഷിനെ വിളിച്ചു. ഗിരീഷ്, അടുത്ത പടം തുടങ്ങുകയാണ്, വിദ്യാസാഗർ തന്നെയാണ് മ്യൂസിക്, നമുക്ക് കലക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് ഒന്നുമില്ലടാ, ഞാൻ ഈ സിനിമ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് മില്ലൻ ജലീൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹവുമായിട്ട് മുൻപ് ചെയ്ത ഏതൊരു സിനിമയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഗിരീഷിന്. അപ്പോൾ ഗിരീഷ് പിണക്കക്കാരനാണ്, ഭയങ്കര പിണക്കത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അങ്ങേരായിട്ട് സംസാരിക്കാം, കാശ് എന്തെങ്കിലും ബാലൻസ് തരാനുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ അതുകൂടി നമുക്ക് ചേർത്ത് ഇതിന് മേടിക്കാം. അതൊന്നല്ല, അത് ഞാൻ അയാൾക്ക് വേണ്ടി എഴുതില്ല, അയാൾ അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞില്ല. അങ്ങനെ പെട്ടെന്ന് ഗിരീഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. അപ്പോഴാണ് രമേശൻ നായർ, അദ്ദേഹത്തിൻ്റെ മയിൽപീലി എന്നൊക്കെ പറഞ്ഞ ആൽബമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആ കാലത്ത് കുറച്ച് സിനിമകളിൽ അദ്ദേഹം പാട്ടുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ഒരു സജഷൻ വന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ രമേശൻ നായരാണ് പാട്ട് എഴുതിയത്. പാട്ടുകൾ ഭയങ്കര ഹിറ്റായി. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അമ്പാടി പയ്യുകൾ മേയും കാണാത്തീരത്ത്. അപ്പോൾ ഗിരീഷ് അതിൻ്റെ ഒരു അപകടം മണത്തു. ഇനി ഞാൻ ആ വഴിക്ക് പോവോ എന്ന് ഗിരീഷിന് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഗിരീഷിന് ഇപ്പോൾ എൻ്റെ ഒരു പടം ഇല്ലെങ്കിലൊന്നും ഒന്നും സംഭവിക്കില്ല. ആ സമയത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമയും ഗിരീഷാണ് എഴുതുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പാട്ട് ചെയ്യുന്നതും നമ്മുടെ സിനിമയിലെ പാട്ട് രംഗങ്ങളും ഒക്കെ ഗിരീഷിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാം ഭാവം തുടങ്ങിയപ്പോൾ ഗിരീഷ് പറഞ്ഞു ഞാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഗിരീഷ് രണ്ടാം ഭാവം എഴുതി. അങ്ങനെ മറവത്തൂർ കനവ്, രണ്ടാം ഭാവം, മീശമാധവൻ, പട്ടാളം, രസികൻ, 5 സിനിമകൾ ഗിരീഷ് എനിക്ക് വേണ്ടിയിട്ട് എഴുതി. ആ 5 സിനിമകളിലെയും പാട്ടുകൾ എല്ലാം, അതിൽ വിജയിച്ച സിനിമയും അത്ര വിജയിക്കാത്ത സിനിമയൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ പാട്ടുകളും ഗംഭീരമായിരുന്നു. വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്ന് ചെയ്ത ആ 5 സിനിമകളും എൻ്റെ സിനിമാ കരിയറിൻ്റെ ഒരു ബേസ് ഉറപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം ഇപ്പോഴും ആളുകൾ മൂളി നടക്കുന്ന പാട്ടുകളാണ്. ഗിരീഷ് എന്താ പറയണ്ട, ഒരു ജിപ്സിയെ പോലെ അലഞ്ഞ ഒരാളാണ്. ഞാൻ ഗിരീഷിൽ നിന്നും പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഗിരീഷ് ഒരു പാട്ടെഴുത്തുകാരൻ മാത്രമല്ല, ഭയങ്കര രസികനായിരുന്നു. രസകരമായിട്ട് സംസാരിക്കും, രസകരമായിട്ട് കഥ പറയും, ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യും, മിമിക് ചെയ്യും. പിന്നെ പഴയകാല ഗാനങ്ങളെക്കുറിച്ച് വളരെ വിപുലമായ ജ്ഞാനമുള്ള ആളാണ്. ഞാൻ ഗിരീഷിൽ നിന്ന് അനുകരിച്ചിട്ടുള്ള ഒരു കാര്യം, ഗിരീഷ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, എപ്പോഴും കയ്യിൽ പുസ്തകം ഉണ്ടാവും. ഈ വായിക്കുന്ന പുസ്തകങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന വരികളുടെ അടിയിൽ, വാക്കുകളുടെ അടിയിലൊക്കെ വരച്ച് വയ്ക്കും. എന്നിട്ട് അത് അദ്ദേഹം ഒരു ബുക്കിലേക്ക് വളരെ റിലീജിയസ് ആയിട്ട് കോപ്പി ചെയ്ത് വയ്ക്കും, എഴുതി വയ്ക്കും. അപ്പോൾ വെച്ചാൽ ഒരു പ്രാവശ്യം വായിച്ചു, വരയിട്ടു, അത് മനസ്സിൽ പതിഞ്ഞു, അത് ബുക്കിലേക്ക് പകർത്തുന്നതോട് കൂടിയിട്ട് അത് കുറേ കൂടി ഹൃദയസ്ഥാവും. അങ്ങനെ പകർത്തി വെച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഇത് അങ്ങനെ പകർത്തി എഴുതിയിട്ടുള്ള ഒരുപാട് ഡയറികളിലാണ് എഴുതുന്നത്. ഈ ഡയറികൾ ഗിരീഷ് എവിടെ പോകുമ്പോഴും കൂടെ ഉണ്ടാവും. അതിൽ നിന്നുള്ള പദസമ്പത്ത് അദ്ദേഹത്തിന് പാട്ട് എഴുതുന്നതിൽ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നല്ല വൊക്കാബുലറി ഉണ്ടായിരുന്നു. മ്യൂസിക്കിൻ്റെ സൗണ്ടിങ്ങുമായിട്ട് ചേരുന്ന വാക്കുകളാണ് ഉപയോഗിക്കുക. ഭയങ്കര എന്താ പറയണ്ട, ഭയങ്കര മ്യൂസിക്കലായിരുന്നു ഗിരീഷിൻ്റെ എഴുത്ത്. അപ്പോൾ വിദ്യാസാഗറിനൊക്കെ ഗിരീഷിനോട് ഒരു അഡിക്ഷനായിരുന്നു. ഗിരീഷ് അല്ലാണ്ട് വേറൊരാൾ എഴുതിയാൽ പുള്ളിക്ക് തൃപ്തിയാവില്ല. അത്രയും ഇഷ്ടമായിരുന്നു, അത്രയും കംഫർട്ടബിളായിരുന്നു. രമേശൻ നായർ എഴുതിയ ചന്ദ്രനദിക്കിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു. പക്ഷെ ഗിരീഷിനോട് ഒരു പ്രത്യേക സ്നേഹം, ഗിരീഷിൻ്റെ വരികളോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയത്ത് അവർ തമ്മിൽ ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായി. അതെന്ന് വെച്ചാൽ അതിൽ മറന്നിട്ടും എന്തിനോ എന്നുള്ള
പാട്ടിൻ്റെ സിറ്റുവേഷന് വേണ്ടിയിട്ട് വിദ്യാജി ഒരു ഗംഭീര ട്യൂൺ ഇട്ടു, നല്ല ട്യൂണാണ്. അപ്പം അത് ഗിരീഷിന് ട്യൂൺ കൊടുത്തു, ഗിരീഷ് എഴുതി വന്നപ്പോൾ അതൊരു പാത്തോസ് സോങ് ആയിപ്പോയി. ഈ ആ നഷ്ടപ്പെട്ട ആളെക്കുറിച്ചൊക്കെ ഓർത്ത് കരയുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള വരികളൊക്കെയാണ്. അപ്പം ഞാൻ വിദ്യാജിയോടും ഗിരീഷോടും പറഞ്ഞു, എനിക്ക് അവിടെ വേണ്ടത് ഇവള് കരയാൻ പാടില്ല, അല്ലെങ്കിൽ ഇവള് ദുഃഖിക്കുന്നു എന്ന് പറയാൻ പാടില്ല, അവളുടെ ഒരു മിസ്സിങ് ഫീലാണ് വരേണ്ടത്. ഒരാളെ ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഓർക്കുന്നു, മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും ഞാൻ അയാളെ മിസ് ചെയ്യുന്നു, അയാളെ ഇനി ഓർക്കില്ല എന്ന് വിചാരിച്ചാലും ഞാൻ അയാളെ മിസ് ചെയ്യുന്നു. അങ്ങനെ ഒരു മിസ്സിങ് ഫീലുള്ള ഒരു പാട്ടാണ് വേണ്ടത്, അല്ലാണ്ട് ഒരു സങ്കടപ്പാട്ടല്ല വേണ്ടത്, ഒരു വിഷാദഗാനമല്ല വേണ്ടത്. ഗിരീഷ് പെട്ടെന്ന് പറഞ്ഞു, ഭയങ്കര വാശിക്കാരനാണ്, ചില ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. പറഞ്ഞു എനിക്ക് ഈ ട്യൂണിൽ പാത്തോസേ വരുന്നുള്ളൂ. അപ്പം അത് വിദ്യാസാഗർ ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിദ്യാജി പറഞ്ഞു, അല്ല വേണ്ട, ആ ട്യൂൺ വിട്ടേക്ക്, നീ എഴുതിക്കോ, ഞാൻ ട്യൂൺ ചെയ്യാമെന്നു. നീ പാട്ട് എഴുതിക്കോ, ഞാൻ ട്യൂൺ ചെയ്തോളാം, നീ എന്ത് എഴുതിയാലും ഞാൻ ട്യൂൺ ചെയ്തോളാം. അങ്ങനെ ഗിരീഷ് വീണ്ടും പെട്ടുപോയി. അങ്ങനെ വർഷവല്ലകി എന്ന് പറയുന്ന വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോയിൽ അത് അപ്സ്റ്റെയറിലാണ്, അവിടെ ഇരുന്നിട്ട് എടുത്തുണ്ട്, എനിക്കിപ്പോൾ എന്താ വേണ്ടത്, നിനക്ക് എന്ത് പാട്ടാണ് വേണ്ടത്, ഏത് തരം പാട്ടാണ് വേണ്ടത്, എനിക്ക് മനസ്സിലാവണില്ല, നമുക്കത് നടക്കാം എന്നാണ്. അങ്ങനെ ആ വർഷവല്ലകിയുടെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു. അപ്പം ഞാൻ സിമിലറായിട്ട് തോന്നിയ ഏതൊക്കെയോ പാട്ടുകളൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കുറേ ഇതിൻ്റെ എക്സ്പ്ലനേഷനും കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടി വാ എന്ന് പറഞ്ഞു. ആ നടന്ന് അതായത് ഒരു 5 മിനിറ്റ് നടന്നുണ്ടാവും. തിരിച്ചവിടുന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് നേരെ വർഷവല്ലകി സ്റ്റുഡിയോൻ്റെ അകത്തുള്ള ഒരു ഓഫീസ് ടേബിളുണ്ട്, അവിടുത്തെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നത്. ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു സിഗരറ്റ് പാക്കറ്റ്, വിദ്യാജി വലിച്ച് വെച്ചിട്ടുള്ള ഒരു സിഗരറ്റിൻ്റെ ടിന്ന് ഇങ്ങനെ വിരലുകൊണ്ട് പൊട്ടിച്ചിട്ട് അത് നിവർത്തിയിട്ട് അതിലാണ് ഒരു പല്ലവി എഴുതി. എന്നിട്ട് എനിക്ക് തന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, ഇത് കറക്റ്റാണ്, ഈ ഓപ്പണിങ് കറക്റ്റാണ്. എന്നാൽ വാന്ന് പറഞ്ഞു. ഞാൻ ആവേശത്തോടു കൂടി ഇതെടുത്തിട്ട് അകത്ത് പോയി വിദ്യാജിക്ക്, അപ്പോൾ വിദ്യാജിയുടെ ഹാർമോണിയം പിടിച്ചിരിക്കുകയാണ്. എന്തായി എന്ന് ചോദിച്ചു, ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് എന്തായി എഴുതിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പല്ലവി ആയിട്ടുണ്ട്. അപ്പോൾ വിദ്യാജി പറഞ്ഞാൽ വായിക്കുന്നതാണ്. അപ്പോൾ വിദ്യാജിയുടെ ഒരു വലിയ ഡയറി ഉണ്ട്, ആ ഡയറിയിലേക്ക് ഈ ഞാൻ മലയാളത്തിൽ ഈ വരികൾ പറയുമ്പോൾ പുള്ളി അത് റിപ്പീറ്റ് ചെയ്തിട്ട് തമിഴിൽ ഈ ബുക്കിൽ എഴുതും. അപ്പോൾ ഞാൻ അങ്ങനെ മറന്നിട്ട് എന്തിനോ മൂപ്പര് അത് എഴുതുമ്പോൾ തന്നെ പുള്ളി മറന്നിട്ടുമേ ഈ ട്യൂണിലാണ് അത് എഴുതിയെടുക്കുന്നത്. കാരണം ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ആ ട്യൂൺ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വരി എഴുതി വെച്ചതിന് ശേഷം നേരെ ഹാർമോണിയം എടുത്തിട്ട് ആദ്യം പ്ലേ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കേൾക്കുന്ന മറന്നിട്ട് എന്തിനോ എന്നുള്ള പാട്ടിൻ്റെ ഈണത്തിലാണ്. രണ്ടു പേര് തമ്മിലുള്ള ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫ്രിക്ഷൻ, അതിൻ്റെ ഒരു റിസൾട്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഗാനമായി മാറുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഗിരീഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസുണ്ട്, എത്ര എപ്പിസോഡ് വേണമെങ്കിലും പറയാനുള്ള കഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഡയറികൾ ഒരു പാട്ട് എഴുതി വരുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്ട്രെയിൻ, സുഹൃത്തുക്കളുമായിട്ടുള്ള പിണക്കം. നന്ദനം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയത്ത് രഞ്ജിത്തും സിദ്ദിഖയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വലിയ കൂട്ടുകാരാണ്. ആ സെറ്റിൽ, ഷൂട്ടിംഗ് സെറ്റിൽ ഗിരീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തോ ഒരു ശരിയല്ലാത്ത വർത്തമാനം ഗിരീഷിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായപ്പോൾ ഇവര് സിദ്ദിഖ് എന്താ ചീത്ത പറഞ്ഞു. അതിൻ്റെ പേരിൽ രഞ്ജിത്തായിട്ടും സിദ്ദിഖുമായിട്ടും പിണങ്ങിയിട്ട് നേരെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഞാനിനി അവരായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഏതോ സിനിമയുടെ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് എൻ്റെ റൈറ്ററുമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇതാണ്. ഞാൻ പറയും ഇതൊക്കെ നിങ്ങളിപ്പോൾ പറയും, ഞാനിപ്പോൾ ഇതിൽ വല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളെല്ലാവരും വീണ്ടും കൂട്ടാവും. അപ്പം ഞാനീ പറഞ്ഞതായിരിക്കും അവസാനം ബാക്കിയാവുക. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും ഗിരീഷ്, അതൊക്കെ ശരിയായിക്കോളും. പിന്നെ ഗിരീഷ് സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിച്ചു. വടക്കുനാഥൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ ഞാനൊക്കെ എല്ലാ സിനിമയ്ക്കും അവിടെയാണ്, ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ടാണ് എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിയും ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് വടക്കുനാഥൻ്റെ കുറേ എഴുത്ത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ്. ആ സിനിമ നല്ല സിനിമയായിരുന്നു. വടക്കുനാഥനും അതിലത്തെ പാട്ടുകളും ഒക്കെ വലിയ ഹിറ്റുകളായിരുന്നു. അതിനു മുമ്പ്, ഡയറക്ടർ ആവുന്നതിന് മുമ്പ് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യണ കാലത്ത് അനുഗ്രഹ ഫിലിംസിൻ്റെ VBK മേനോൻ സാറ് പ്രൊഡ്യൂസ് ചെയ്ത കിന്നരിപ്പുഴയോരം എന്ന് പറയുന്ന സിനിമ, കോഴിക്കോട് ഹരിദാസാണ് അതിൻ്റെ ഡയറക്ടർ. കോഴിക്കോട് ഹരിദാസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ
അതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ വർക്ക് ചെയ്യാൻ പോയി. പക്ഷേ ശ്രീനേട്ടൻ അഭിനയിക്കാൻ വന്നപ്പോൾ ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് വെച്ചിട്ട് എന്തൊക്കെയോ കറക്ഷൻസ് പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒന്നും കൂടി ഇരിക്കാം, എന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് ഷൂട്ടിംഗ് മാറ്റി വെച്ചു. അപ്പോഴേക്കും എനിക്ക് വേറെ പടത്തിൻ്റെ ക്ലാഷ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഗിരീഷിൻ്റെയും തുടക്കകാലത്ത് തൊട്ടിട്ട്, ഗിരീഷ് ആദ്യമായിട്ട് പാട്ട് എഴുതുന്ന സമയം തൊട്ട് ഗിരീഷിൻ്റെ അന്ത്യകാലം വരെ നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. ഗിരീഷ് എപ്പോഴും എന്നോട് പറയും, എന്നേക്കാൾ 2 വയസ്സ് 2.5 വയസ്സ് 3 വയസ്സ് കഷ്ടി മൂത്തതാണ്, നീ എന്താ എന്നെ ഏട്ടാന്ന് വിളിക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ ഏട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ റെസ്പെക്റ്റ് ചെയ്ത് പറയുന്ന എല്ലാം കേട്ട് പഞ്ചപുച്ച അടക്കി നിൽക്കേണ്ടി വരും. പേര് വിളിച്ചാൽ നമുക്ക് തമ്മിൽ വഴക്കിടാനും നമുക്ക് ആർഗ്യൂ ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നേക്കാൾ 2 മാസം മൂത്ത ആൾക്കാരെ വരെ ചേട്ടാന്ന് വിളിക്കുന്നതാണ്. പക്ഷേ ഗിരീഷിനെ ഞാൻ ചേട്ടാന്ന് വിളിക്കില്ല. എന്നാലും ഇടയ്ക്ക് എന്നെ ഒരു സ്മോളൊക്കെ അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും, എന്നാലും നീ എന്നെ ഏട്ടാന്ന് വിളിക്കണില്ലല്ലോ എന്ന് പറയും. ഗിരീഷ് ഒരു മെഴുകുതിരിയുടെ 2 സൈഡും കത്തിച്ച് വെച്ച ആളായിരുന്നു. 46-ാം വയസ്സിൽ മരിക്കുമ്പോൾ ഇനി എഴുതാനുള്ള എത്രയോ പാട്ടുകളും എത്രയോ തിരക്കഥകളും ഒക്കെ ബാക്കി വെച്ചിട്ടാണ്. ഒരു വാശി പോലെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ്. ഒരിക്കലും നികത്താനാവാത്ത, നമ്മൾ ആലങ്കാരികമായിട്ട് പലരെക്കുറിച്ചും പറയാറുണ്ട് നികത്താനാവാത്ത നഷ്ടമാണ്. പക്ഷെ ഗിരീഷിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ നല്ല ഒരു ഭാര്യയും നല്ല 2 മക്കളും നല്ലൊരു കുടുംബവും ഒക്കെ ആയിട്ട് എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ എന്തിനാണ്? എനിക്ക് തോന്നുന്നു ഈ ക്രിയേറ്റീവായിട്ടുള്ള ഈ പരിപാടി, എഴുത്ത് എന്ന് പറയുന്ന സാധനം ഉള്ളിൽ ഉള്ളിലൊരു തീ ഉണ്ടാക്കും. ആ തീയുടെ ഒരു ചൂട് എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പാട്ടെഴുതുന്ന ആളുകൾക്കെല്ലാം, ഒരുവിധം എല്ലാ ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം ഈ പുതിയ വാക്ക്, പുതിയ ട്യൂണ്, പുതിയ സിറ്റുവേഷൻസ്, ഇതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ കുറച്ച് സമയമാണ് അവരതിനു വേണ്ടി ചെലവഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് അകത്ത് ഒരു വലിയ നരിപ്പോട് എരിയുന്നുണ്ട്. ഗിരീഷ് എഴുതിയ പാട്ടുകൾ മനോഹരങ്ങളായിരുന്നു. അതിമനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ എഴുതാൻ ബാക്കി വെച്ചിട്ടാണ് ഗിരീഷ് യാത്ര പറഞ്ഞത്.